ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികേ. എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഇന്ദ്രേട്ടാ, അച്ഛൻ വന്നിട്ടുണ്ട്. ചീരുവിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സമയം കിട്ടുമ്പോ ഒന്നങ്ങോട്ട് ചെല്ലാനും പറഞ്ഞു. നാളെ അമ്മയുടെ ഒപ്പം പാർട്ടി ഓഫീസിൽ പോകുന്നുണ്ടെങ്കിലേ നീ വീട്ടിലൂടെ ഒന്ന് കയറിക്കോ. പിന്നെ ചീരു ചെല്ലാൻ പറഞ്ഞെങ്കിൽ എന്തെങ്കിലും കാര്യം കാണുമല്ലോ. നോക്കട്ടെ. പാർട്ടി ഓഫീസിൽ ഞാൻ എപ്പോഴും പോകേണ്ട കാര്യമൊന്നുമില്ല. അവിടെ ഇനി പാർട്ടിയുടെ വനിതാ വിങ് അമ്മയ്ക്ക് വേണ്ടി ഇറങ്ങും. ഞാനിനി അമ്മ നോമിനേഷൻ കൊടുത്ത ശേഷം പ്രചരണത്തിന് മാത്രമേ ഇറങ്ങൂ. ആ, അത് മതി. നമുക്ക് ഈ പാർട്ടിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, രാഷ്ട്രീയവും ഇല്ല. അമ്മ അവരുടെ പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് നന്നായി. എന്തായാലും കുറച്ച് കാശ് ഇന്ദ്രേട്ടൻ കരുതി വെച്ചോ. പ്രചരണം ചൂടുപിടിക്കുമ്പോ പല ആവശ്യങ്ങളും വരും. എല്ലാം പാർട്ടി ചെലവാക്കൊന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. നോക്കാം. എന്തായാലും ഇറങ്ങിയില്ലേ, ഇനിയിപ്പോ നമ്മൾ കുളിച്ചു കയറിയല്ലേ പറ്റൂ. സ്നേഹമാണല്ലോ. ആ പോസ്റ്ററിന്റെ കാര്യം വല്ലതും പറയാനായിരിക്കും. ആ സ്നേഹ. ആ ചേച്ചി, ചേച്ചി കിടന്നായിരുന്നോ? ഞാനൊരു അത്യാവശ്യ കാര്യമായതുകൊണ്ടാ വിളിച്ചത്. കുഴപ്പമില്ല സ്നേഹ, പറഞ്ഞു. ചേച്ചി, നമ്മൾ ഓൺലൈനിലിട്ട വീഡിയോയ്ക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. കമന്റ് എന്ന് പറഞ്ഞാല് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആ വീഡിയോയെ വിമർശിച്ചിരിക്കുക. അതൊക്കെ സാധാരണയല്ലേ സ്നേഹ? ഓൺലൈനിൽ ആർക്കും കയറി അവരവരുടെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. പക്ഷെ ഇത് അങ്ങനെയല്ല ചേച്ചി. ചേച്ചിയുമായിട്ട് നല്ല അടുപ്പുള്ള ആരോ മനഃപൂർവ്വം ചെയ്തതാ. സ്നേഹ പറഞ്ഞു. ചേച്ചി, ആ കമന്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വേറെ ആരെങ്കിലും ഒക്കെ വന്നാ അത് ചിലപ്പോ വിഷയാകും ചേച്ചി. സ്നേഹ, അതിന് മാത്രം എന്താ അതില് പറഞ്ഞിരിക്കുന്നത്? സുശീല ആന്റിയെ കുറിച്ച് ചേച്ചി പറയുന്നതൊക്കെ കള്ളമാണെന്നും അവര് പണ്ട് അനുപമ ചേച്ചിയെ പീഡിപ്പിച്ച സ്ത്രീയാണെന്നൊക്കെയാ പറഞ്ഞിരിക്കുന്നത്. ആരും വിശ്വസിച്ചു പോകുന്ന രീതിയിലാ ചേച്ചി പോസ്റ്റ് കിടക്കുന്നത്. ഞാനത് ചേച്ചിയുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ചേച്ചി അതൊന്ന് നോക്കിയിട്ട് എന്നെ ഒന്ന് വിളിക്കാമോ? ആ, ഞാനൊന്ന് നോക്കിയിട്ട് വിളിക്കാം സ്നേഹ. നീ വെച്ചോ. എന്നാ ഓക്കെ, താങ്ക്സ് ചേച്ചി. ഇത്രയും മോശപ്പെട്ട ഒരു സ്ത്രീയെ എന്റെ ചേച്ചി എന്തിനാണ് കുലസ്ത്രീയായി ചിത്രീകരിച്ചെന്ന് ചോദിച്ചാ എനിക്കും അതിന് ഉത്തരവില്ല. ചിലപ്പോ ഈ പോസ്റ്റിന് മറുപടിയായി അതിന്റെ ഉത്തരം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും എന്റെ ചേച്ചി സുശീല ആന്റിയെ മാതൃകാ വനിതയായി ചിത്രീകരിച്ച ശേഷം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടി വരുന്ന തെരഞ്ഞെടുപ്പിൽ അവരെ സ്ഥാനാർത്ഥിയാക്കാൻ പോകുന്നു എന്നാണ് പുതിയ വാർത്ത. സ്വന്തം കുടുംബത്തിൽ ഒരിക്കൽ മരുമകളെ ആട്ടി പുറത്താക്കിയ ഒരു സ്ത്രീ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പറോ ആക്കിയാലുള്ള അവസ്ഥ കൂടി പൗരബോധമുള്ള വോട്ടർമാർ ഒന്ന് ചിന്തിക്കണം. ചിന്തിക്കുന്നവർ ചിന്തിക്കും, അല്ലാത്തവർ ഒരു സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ എനിക്ക് നേരെ കല്ലെറിയും. അപ്പൊ ശരി, വീണ്ടും നമുക്ക് കാണാം. എന്താണു ഇത്? എന്തിനാ ഇങ്ങനെ ചെയ്തേ? എനിക്കറിയില്ല ഇന്ദ്രേട്ടാ, ഇതിപ്പോ വല്ലാത്തൊരു പണിയായി പോയല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇതാ പാർട്ടിക്കാരുടെ കയ്യിലെത്തിയ അവരമ്മയെ ഇലക്ഷനിൽ മത്സരിപ്പിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനിത് ദയെ കൊണ്ട് ഇപ്പൊ തന്നെ പിൻവലിപ്പിച്ചോളാം. അവൾ ഒരിക്കലും എന്നോടിങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു.
ചേച്ചിയാണല്ലോ എന്റെ പോസ്റ്റ് കണ്ടിട്ട് വിളിക്കുന്നതാവും. ഇപ്പൊ സംസാരിക്കാതിരിക്കുന്നതാ നല്ലത്. അയ്യോ. ആരതേ? അത് അനുചേച്ചിയെ വിളിക്കുന്നത്. അമ്മായിമ്മയ്ക്ക് വേണ്ടിട്ട് വോട്ട് ചോദിക്കാൻ വിളിക്കുന്നാവും. അതിന് നിനക്കിവിടെ വോട്ടില്ലല്ലോ. നിന്റെ വോട്ട് ഇപ്പോഴും പഞ്ചരത്നത്തിന്റെ അഡ്രസ്സിലല്ലേ? ചിലപ്പോ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വർക്ക് ചെയ്യണമെന്ന് പറയാൻ വേണ്ടിട്ടായിരിക്കും. എന്താണെങ്കിലും ഫോൺ എടുത്ത് സംസാരിക്കുന്നതല്ലേ മര്യാദ. എനിക്കിപ്പോ സംസാരിക്കാൻ താല്പര്യമൊന്നുമില്ല. ഒരാളുടെ കോൾ എടുത്തില്ലെങ്കിൽ അത് വലിയ മര്യാദ കേടാന്ന് ഞാൻ അറിഞ്ഞില്ല. അതെ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അനുചേച്ചിയാണല്ലോ വിളിക്കുന്നത്. ഹലോ അനുചേച്ചി.